ഹലോ ഫ്രണ്ട്സ്, അക്കച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ചാമ്പങ്ങ ഉപയോഗിച്ചുള്ള ഒരു തീയലാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ചാമ്പങ്ങയൊക്കെ വീട്ടിലുള്ളവർ ഇതേപോലെ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഈ തീയൽ തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ ചാമ്പങ്ങയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതേപോലെ മൂത്ത് വരുന്നതും നന്നായിട്ട് മൂത്തതുമായ ചാമ്പങ്ങ മിക്സ് ചെയ്ത് വേണം ഈ തീയലുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കുരുവെല്ലാം കളഞ്ഞ് ഞാനിത് കട്ട് ചെയ്തിട്ട് വരാം. കുരുവെല്ലാം കളഞ്ഞ് ചാമ്പങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്ക് തീയലിനുള്ള തേങ്ങ വറുത്തെടുക്കാം. അരമുറി തേങ്ങയാണ് ഇതിലേക്ക് വറുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 7 ചുവന്ന മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇത്രയും ചേർത്താണ് ഞാനിത് എല്ലാം കൂടെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടത്തിൽ 2 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ചൂടായിരിക്കുന്ന ഈ പാനിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയാണ്. അതേ കൂട്ടത്തിൽ മുളകും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നത്, അതേപോലെ കറിവേപ്പില. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, ഇനി നന്നായിട്ടിത് ഇളക്കി നന്നായിട്ടിത് വറുത്തെടുക്കണം. ഇതേപോലെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് കണ്ടോ, ഇപ്പോൾ തേങ്ങയും മുളകും എല്ലാം റോസ്റ്റായി മാറിയിട്ടുണ്ട്. ഇത്രയും ആയാൽ മാത്രം മതി. ഇതിനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് ചാമ്പങ്ങ വഴറ്റിയെടുക്കാം. ചൂടായിരിക്കുന്ന മൺചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചാമ്പങ്ങ ഇട്ട് കൊടുക്കാം. ചാമ്പങ്ങയുടെ കൂട്ടത്തിൽ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. കൂട്ടത്തിൽ 4 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതുപോലെ സവാള കൂടി ചേർത്ത് കൊടുക്കുമ്പം ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരും. ഇതുപോലെ എണ്ണയിലിട്ട് ചാമ്പങ്ങയും സവാളയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കഴിക്കാനായിട്ട്. പത്ത് മിനിറ്റോളം ചാമ്പങ്ങ എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് കുക്കായിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരളവിൽ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളി സോക്ക് ചെയ്തതാണ്. ചാമ്പങ്ങയ്ക്ക് പുളിരസം ഉള്ളതുകൊണ്ട് അത് കണക്കാക്കി വേണം നമ്മൾ പുളി ചേർത്ത് കൊടുക്കാനായിട്ട്. പുളി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചട്ടി അടച്ചു വെക്കാം. തേങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്താണ് തേങ്ങ അരച്ചെടുക്കുന്നത്. പുറകെ ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ചാമ്പങ്ങ ഇങ്ങനെ അധികമായിട്ടുള്ളവർ ഇതുപോലെ കറി ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചാമ്പങ്ങ നമുക്ക് പല റെസിപ്പികൾ തയ്യാറാക്കാൻ പറ്റും. സ്ക്വാഷ്, ജ്യൂസ്, ജാം എല്ലാം തയ്യാറാക്കി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ചാമ്പങ്ങ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് അരപ്പും ചാമ്പങ്ങയെല്ലാം നന്നായിട്ട് ചേർന്ന് നല്ല എണ്ണ തെളിഞ്ഞ് വരണം. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത് കൂട്ടാനായിട്ട്.
അല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ചാറിൽ 5 മിനിറ്റോളം ഈ ചാമ്പങ്ങ തിളയ്ക്കണം. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ശർക്കരയാണ്. ഇങ്ങനെ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക് കഴിക്കുമ്പോൾ. ഇതുപോലെ നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരണം. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വാങ്ങി വെച്ച് കടുക് താളിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കടുക്, ചുവന്നുള്ളി, ചുവന്ന മുളക്, കറിവേപ്പില എല്ലാം കൂടെ താളിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള കറി റെഡിയായിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പം കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സഹകരിക്കണേ. അപ്പോൾ അടിപൊളി ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.